സോ നാച്ചുറൽ ആണോ അല്ലയോ നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. ആൻഡ് ഒരാൾ നാച്ചുറൽ ആണോ അല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പല ഫാക്ടേഴ്സും ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് സഡനായിട്ട് ബോഡി കോമ്പോസിഷൻ ചേഞ്ച് ആകുക, അതായത് ഫാറ്റ് നല്ല രീതിയിൽ കുറയുക, അതുപോലെ തന്നെ മസിൽ ബിൽഡാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് വളരെയധികം മസിൽ ബിൽഡാകുക എന്നൊക്കെ. ആൻഡ് ആദ്യം തന്നെ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരാൾ നാച്ചുറൽ ആണോ അല്ലയോ എന്ന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഗസ് വർക്ക് മാത്രമേ നടത്താൻ പറ്റൂ. ഈ നാച്ചുറൽ ഓർ നോട്ട് വീഡിയോസിൽ വളരെയധികം കൺസിഡർ ചെയ്യപ്പെടാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ജനറ്റിക് പൊട്ടൻഷ്യൽ എന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് റിയാസ് ഖാൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, റിയാസ് ഖാൻ നാച്ചുറലായിട്ട് ചെയ്ത ഈ ട്രാൻസ്ഫോർമേഷൻസ് ലൈക്ക് ഒരു സാധാരണക്കാരന് മേ ബി സ്റ്റിറോയിഡ്സ് അടിച്ചാൽ കൂടെ അത്രയും നല്ല ട്രാൻസ്ഫോർമേഷൻ പറ്റിയെന്ന് വരില്ല. സോ അവിടെയാണ് ജനറ്റിക്സിൻ്റെ റോൾ വരുന്നത്. സോ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒരാൾ നാച്ചുറൽ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അയാൾ നാച്ചുറൽ തന്നെ ആയിരിക്കാം. കാരണം അയാളുടെ ജനറ്റിക്സ് അത്രയും നല്ലതായതുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് ട്രാൻസ്ഫോർമേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതായിരിക്കാം. ലൈക്ക് വി ഡോണ്ട് നോ. എന്നാൽ നമുക്ക് റിയാസ് ഖാൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. റിയാസ് ഖാൻ നാച്ചുറൽ ആണെന്ന് നോക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എനിക്ക് തോന്നുന്നത് ടൈം ലൈൻ വെച്ചിട്ട് നമ്മൾ റിയാസ് ഖാൻ്റെ ട്രാൻസ്ഫോർമേഷൻ ചെക്ക് ചെയ്യാണ്, അല്ലെ ബോഡി ബിൽഡിംഗ് പ്രോഗ്രസ് ചെക്ക് ചെയ്യാണ്. റിയാസ് ഖാൻ്റെ ഫിലിം കരിയർ തുടങ്ങുന്നത് 1994 സുഖം സുഖകരം എന്ന് പറഞ്ഞ സിനിമയിലാണ്. പിന്നീട് 2002 രമണ, പിന്നെ 2003 ബാലേട്ടൻ, പിന്നെ 2004 നമ്മുടെ വേഷം, 2005 ഗജനി, 2007 സ്പീഡ്, പിന്നെ പല പല സിനിമകൾ റിയാസ് ഖാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1994 സുഖം സുഖം എന്ന സിനിമയിൽ റിയാസ് ഖാൻ്റെ ബോഡിയാണിത്. ഇത് കണ്ടാൽ മനസ്സിലാവും റിയാസ് ഖാൻ അത്ര വർക്കൗട്ട് സീരിയസ് ആയി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ വർക്കൗട്ടേ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. വളരെ നോർമലായ ഒരു ബോഡിയാണ് ഈ സിനിമയിലുള്ളത്. പിന്നെയുള്ള മൂവി എന്ന് വെച്ചാൽ 2002 രമണ, എനിക്ക് തോന്നുന്നു തമിഴ് മൂവിയാണെന്ന് തോന്നുന്നു. ബട്ട് ഇതിൽ അത്ര നല്ല ബോഡി പിക്കൊന്നും അവൈലബിൾ അല്ല. സോ നമ്മൾ നേരെ 2003 ബാലേട്ടനിലേക്ക് പോകുകയാണെങ്കിൽ, ബാലേട്ടനിലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. എന്നാലും നമുക്ക് ഷട്ടിൽലെസ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും ഇല്ല. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് 2004 ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. നമ്മളെ എല്ലാവരെയും പിടിച്ചു വിളിക്കുക, ഒരുമാതിരി മലയാള സിനിമയിൽ തന്നെ ബോഡി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ബോഡി വെച്ച് എത്രത്തോളം മാസ് കാണിക്കാമെന്ന് കാണിച്ചിരുന്ന ഒരു സിനിമയാണിത്, വേഷം സിനിമ. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അടിപൊളി ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ റിയാസ് ഖാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ പോയിന്റ് ആകുമ്പോൾ തന്നെ റിയാസ് ഖാൻ വർക്കൗട്ട് തുടങ്ങി ഏകദേശം ഒരു 70-80% ഓഫ് റിയാസ് ഖാൻ്റെ ജനറ്റിക് പൊട്ടൻഷ്യൽ എത്തിയിട്ടുണ്ടാവും തോന്നുന്നു. കാരണം അത്രയും അടിപൊളി ഒരു ഫിസിക്ക് തന്നെയാണ് ഈ സിനിമയിൽ റിയാസ് ഖാൻ ക്യാരി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് 2005 ഗജനി ഇറങ്ങുന്നുണ്ട്. അതിലൊരുമാതിരി ഒരു സിമിലർ ബോഡി കോമ്പോസിഷൻ തന്നെയാണ് റിയാസ് ഖാൻ ക്യാരി ചെയ്യുന്നത്. അതിൽ നമുക്ക് ബോഡി അധികം കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. ആൻഡ് അടുത്ത 2007 സ്പീഡാണ്. സ്പീഡിൽ വളരെ ഒരു അത്ലറ്റിക് ആയുള്ള ഒരു ഫിസിക്ക് തന്നെ റിയാസ് ഖാൻ ക്യാരി ചെയ്യുന്നുണ്ട്. വലിയ മാറ്റമൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിനുശേഷമുള്ള കൂടുതൽ മലയാളം മൂവീസിലും റിയാസ് ഖാൻ്റെ ബോഡി അത്രത്തോളം വിസിബിൾ അല്ല. അത്രത്തോളം ബോഡീനെ വെച്ചിട്ട് ഉള്ള ഒരു സിനിമകൾ റിയാസ് ഖാൻ്റെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. 2009 രഹസ്യ പോലീസ്, അതുപോലെ തന്നെ 2010 ദ ത്രില്ലർ, 2019 മാന്ത്രികൻ, 2015 ഇത്തിമാനപുരം, ഇതൊക്കെ ഈ സിനിമകളിലൊക്കെ അധികം റിയാസ് ഖാൻ്റെ ബോഡി നമുക്ക് കാണാൻ പറ്റിയില്ല. ബട്ട് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാസ് ഖാൻ്റെ ബോഡി അധികം ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുമാതിരി കുറച്ച് ഫാറ്റായി വരുന്നുണ്ട് ചില റോൾസിൽ, അതുപോലെ തന്നെ ചിലതിൽ നല്ലൊരു ഫിറ്റ് ഷേപ്പ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് റിയാസ് ഖാൻ്റെ ബോഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഈ കാലഘട്ടം വരെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി 2015 ശേഷമുള്ള റിയാസ് ഖാൻ്റെ ബോഡി അപ്ഡേറ്റ്സ് നോക്കാൻ നമ്മൾ കുറച്ച് പിക്സിനെയാണ് ആശ്രയിക്കുന്നത്. കാരണം അധികം റിലയബിൾ ആയിട്ടുള്ള സിനിമ സോഴ്സ് നമുക്ക്, ആൻഡ് അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഡേറ്റ് ആണ് ഇതെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ ടൈം ലൈൻ ശരിയാണെന്നും അറിയില്ല. സോ നമ്മളൊരു സ്പെക്കുലേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്സിൽ 2015 പിക്ക്, അതുപോലെ 2016 പിക്ക്, 17 പിക്ക്, ഇത് തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റില്ല. ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ഒരു ബോഡി കോമ്പോസിഷനാണ് ഇതിലുള്ളത്. 2019 പിക്ക് നോക്കിയാലും വളരെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് 2020 പിക്ക് ആൻഡ് ഇതുപോലെയാണ് കളി മാറാൻ പോകുന്നത്. ലൈക്ക് യു ക്യാൻ സീ റിയാസ് ഖാൻ്റെ ഫിസിക്ക് വളരെയധികം ഇമ്പ്രൂവ് ആയ പോലെ, ലൈക്ക് ഒരു 5 to 10 pounds മസിൽ എന്തായാലും കൂടിയ പോലെ. അതുപോലെ തന്നെ 2022-23 വരുമ്പോൾ ഓൾമോസ്റ്റ് ഫിസിക്ക് നല്ല രീതിയിൽ ലീനും കൂടിയ പോലെ നമുക്ക് ഫീൽ ആവും. ഈ 2020, 2023 ഈ ഒരു ടൈം ലൈനിൽ നമുക്കൊരു പോസിബിലിറ്റി ഓഫ് സ്റ്റിറോയിഡ് യൂസ് കാണാൻ പറ്റും. മേ ബി അത് സ്റ്റിറോയിഡ് യൂസ് ആവാം, അല്ലെങ്കിൽ വേറെ പല റീസൺസും ഉണ്ട്. ഈ എൻഹാൻസ്ഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഈ പിക്സ് ഒക്കെ എടുത്തുള്ള നല്ലൊരു ലൈറ്റിങ്ങിലാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ പമ്പ് ചെയ്ത ശേഷം എടുത്ത പിക്സ് ആണ് ഇതൊക്കെ. ആൻഡ് ചെറിയ രീതിയിൽ ഒക്കെ എഡിറ്റും ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അതായത് ബോഡി മോർഫി തരത്തിൽ എഡിറ്റ് ചെയ്തെന്നല്ല, പല ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് ബോഡീനെ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനത്തെ ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ മേ ബി അതുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും, അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ പിക്സിൻ്റെ ഒക്കെ കറക്റ്റ് ഡേറ്റ് ആണോ ഇതൊന്നും എനിക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ബട്ട് ഏകദേശം ഇത് ശരിയായിരിക്കാനാണ് സാധ്യത കൂടുതൽ.